ഇതാരാ ഇത്? കസിന്റെ പേരെന്നാ? പിന്നെ നമ്മൾ കസിൻസ് മൂന്നും കൂടെ എങ്ങോട്ട് പോവാ? ടൂർ പോവാണോ? എവിടെയാ ടൂർ പോകുന്നേ? മൂന്നുപേരുടെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. മൂന്നുപേരെ എണീറ്റ് തന്നേ. വാ. അപ്പോൾ നമ്മുടെ ചേച്ചി UK കൊണ്ടുവന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ മൂന്നുപേരെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കൂട്ടുകാരെ. അപ്പോൾ പോയിട്ട് വരാന്ന് പറ. അപ്പോൾ ഭയങ്കര പ്യാറാണ്, ഭയങ്കര പ്യാർ. അന്നക്കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പം നമ്മൾ പോയിട്ട് വരാവേ. അപ്പം നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങി. ഇത് ഏകദേശം കട്ടപ്പനയൊക്കെ എത്തി കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ കട്ടപ്പനയൊക്കെ കഴിഞ്ഞ് വേണം പോവാൻ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അഞ്ചുരുളി തുരുത്തെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമുണ്ട്. അവിടെ സാധാരണഗതിയിൽ നമ്മുടെ ഈ സീലൊക്കെ കാണുന്ന പോലെ തിരമാല അടിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നല്ല സീനറിയാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വഴിയൊക്കെ ചോദിച്ച് വേണം പോകാൻ. എന്തായാലും പോകുന്ന വഴിക്കൊക്കെ നല്ല രസമാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ വന്നുകൊണ്ട് തന്നെ നല്ല പ്രകൃതി, ഒരു നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ്. കുട്ടിപ്പട്ടാളം പുറകിലിരുന്ന് ഭയങ്കര അലമ്പാട്ടോ. ആസ് യൂഷ്വൽ അവരുടെ കളികളും ചിരികളും വഴക്കുകളും എല്ലാം വരും. എല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് നമുക്ക് നരിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടം വരെ ഏകദേശം അറിയാം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതേ അവരവിടെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. കുറേ പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമായിരുന്നു. അപ്പോൾ എന്നും ഈ സ്കൂൾ കാണുമ്പോൾ എനിക്ക് എന്നും ഒരു ഓർമ്മ വരാറുണ്ട് കേട്ടോ. ഇത് സത്യത്തിൽ കട്ടപ്പന സൈഡിലുള്ള ഒരു സ്കൂളാണ്. ഞാൻ ഒരിക്കലും ഇത് PSC എക്സാം എഴുതാൻ ഈ സ്കൂളിൽ പോയിരുന്നു. അത് പിന്നെ ഈ സ്കൂൾ കാണുമ്പോഴെല്ലാം അയർക്കുട്ടി പറയും, ദേ അമ്മ പഠിച്ച സ്കൂള്. സത്യത്തിൽ ഞാൻ ആ സ്കൂളിലൊന്നും അല്ല പഠിച്ചത്. എങ്കിലും ആ സ്കൂൾ കാണുമ്പം അവൾ കുഞ്ഞായിരുന്നപ്പോൾ ആ സ്കൂളിൽ പോയതാണ്. 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയപ്പോൾ. ഇപ്പോൾ ചോദിച്ചാലും പറയും ദേ അമ്മയുടെ സ്കൂളാണെന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴി തെറ്റി, എവിടാന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ വണ്ടിയിലിരുത്തിയിട്ട് ഇച്ചാൻ പോയി വഴിയൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ആ സമയം കൊണ്ട് കുട്ടിപ്പട്ടാളെല്ലാം കൂടെ സ്റ്റീറിങ് കയറി. അന്നക്കുട്ടിയാണെങ്കിൽ സ്റ്റീറിങ്ങെ പിടിക്കുന്നു, അന്നക്കുട്ടീനെ പിടിക്കുന്നു. അന്നേരത്തിന് മറിയക്കുട്ടി വന്നു. എല്ലാ കുട്ടികളും കൂടെ അലമ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടു. അവിടെ ഷോപ്പിൽ കയറി ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിള്ളേർ ടയേർഡായിട്ട് വന്നാലേ എങ്കിലും അത് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്കിങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. അപ്പോൾ പാസ് എടുക്കാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ഒരുപാട് നോർത്ത് ഇന്ത്യൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതുമേലിരുന്ന് ഊഞ്ഞാലാട്ടാൻ എനിക്കൊരു പേടി. പക്ഷെ ചേച്ചി മുൻകൈ എടുത്ത് ചേച്ചി പിള്ളേരെല്ലാവരെയും കൊണ്ട് ഊഞ്ഞാലൊക്കെ ആട്ടിക്കുമായിരുന്നു. അന്നേരത്തേനും അയർക്കുട്ടി അതിൽ നിന്ന് വീഴാൻ തുടങ്ങി. അന്നേരത്തേനും അവർക്കത് മതിയായി. പിന്നെ അവർ ഓക്കെ എന്നാൽ പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ നടക്കുവാണ്. അപ്പോൾ 800 മീറ്റർ എന്നൊക്കെയാണ് ആ കടയിലെ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് പക്ഷേ 800 അല്ലായിരുന്നു. 2-3 കിലോമീറ്റേഴ്സിൽ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ പോകെ ആ വീഡിയോ കാണാം കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. പിള്ളേരോട് ഊഞ്ഞാലൊക്കെ ആട്ടി തകർക്കുവാണ്. അപ്പോൾ ഈ വഴി കൂടെ വേണം പോവാൻ. കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ വലിയ മഴയോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു തണുത്ത കാറ്റും നല്ല രസമായിരുന്നു നടക്കാൻ. പിന്നെ ഈ അന്നക്കുട്ടി ഒരാളുടെ കൂടെ പോകത്തില്ലായിരുന്നു. അത് മാത്രമായിരുന്നൊരു വിഷയമുള്ളത്. അപ്പോൾ ഇച്ചാനും പിള്ളേരോട് ഫ്രണ്ടിലോട്ട് നടന്ന് പോവാണ്. ചുറ്റും ഫുള്ള് കാടാട്ടോ. കാടെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള കാടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സെൽഫീസ് എടുക്കുന്നു. അപ്പോൾ ഇതാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിൻ്റെ ആ റൂട്ട് വേണം പോവാൻ. മുനമ്പ് എക്കോ ടൂറിസം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ഇടുക്കിയിലുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് പോകാൻ നോക്കുക. നമ്മളങ്ങനെ ഒരുപാട് പോവാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രസമാണ്. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇച്ചാൻ വലിയ ആൾ കളിച്ച് ഫ്രണ്ടിൽ പോയി. ഞങ്ങളെ ഒന്നും മൈൻഡ് ആക്കുന്ന പോലും ഉണ്ടായില്ല. അപ്പോൾ ഞാനിവിടെ കാണുന്ന പ്രകൃതിയൊക്കെ ഒന്ന് ഷൂട്ടൊക്കെ ചെയ്ത് പയ്യെ പോവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അന്നക്കുട്ടിയുടെ അലമ്പും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഐറക്കുട്ടിയും മറിയക്കുട്ടിയും ഫ്രണ്ടിൽ പോയി. ഞാനും ചേച്ചിയും സേറക്കുട്ടിയും പയ്യെ പ്രകൃതിയൊക്കെ നോക്കി ഇങ്ങനെ നടന്നു വരുമായിരുന്നു. പക്ഷേ മഴ നേരത്തെ പെയ്തതിൻ്റെ കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. കണ്ട പാറയൊക്കെയാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ പോകണം. അതുപോലെ ഗ്രിപ്പില്ലാത്ത ചെരുപ്പൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും വിഷയമാണ്. തെന്നി അങ്ങ് പോകും. പിന്നെ നല്ല എന്താ പറയുക, കുറേ കിളികളുടെ ഒച്ചയും അതുപോലെ തന്നെ അവിടെ പണി നടക്കുന്നേ ഉള്ളൂ. സൈഡിലൊക്കെ തൂമ്പയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർത്ത് അവിടെ പണി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഏകദേശം നമ്മൾ സ്പോട്ട് എത്താറായി. അപ്പോൾ തന്നെ മനസ്സിനൊരു ഫുള്ള് എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു എന്ന് വേണം.
ഈ ഒരു തടാകം കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കുക. അടുക്കും തോറും അതിൻ്റെ ഒരു ഭംഗി നമ്മൾ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു അവിടെ ആരും കാണില്ല എന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ വേര് കണ്ടോ, അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ. പക്ഷെ അത്ര റിസ്ക് എടുക്കാൻ എനിക്കും പേടി. ഞങ്ങളാരും അത്ര റിസ്ക് എടുത്തില്ല. പിന്നെ എന്താ, അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പേര് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ അവരിങ്ങനെ ചെയർസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഇല്ലി വെച്ചിട്ടുള്ള. അതിലൊക്കെ നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ റിലാക്സ് ചെയ്ത് പോവാം. അപ്പം പെട്ടെന്നൊരു ഹറിബറിയിൽ പോകാൻ നടക്കില്ല. കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്നല്ലേ പറ്റൂ. പെട്ടെന്ന് പോയിട്ട് വരാൻ നടക്കില്ല. അപ്പോൾ അത് ആ മരമൊക്കെ കണ്ടു, എന്ത് രസമല്ലേ. അപ്പോൾ അത് സേറക്കുട്ടിക്ക് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സേറക്കുട്ടി അതുമേൽ ഊഞ്ഞാലാടാനൊക്കെ നോക്കുമായിരുന്നു. ഹിച്ചാനും പിള്ളേരും ഫ്രണ്ടിലേക്ക് അങ്ങ് നടന്നു പോയിരുന്നു. എന്ത് രസമാണെന്ന് നോക്കിയാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ ഒരു ഡ്രോബാക്കായിട്ട് കണ്ടത് ഒരു ചെറിയ ചങ്ങാടോ അല്ലെങ്കിൽ എന്താ പറയുക വഞ്ചിക്കൊട്ട അങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. ഒരുപാട് ആഴം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ലെങ്കിലും ഈ ഒരു വൈബിന് അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അയർക്കുട്ടിയാണ് അവിടെ ബോട്ടിംഗ് ഉണ്ടമ്മ, അവിടെ ബോട്ടിംഗ് ഉണ്ട്, അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവിടെ ബോട്ടിംഗ് ഒന്നും ഇല്ല, ജസ്റ്റ് നേച്ചർ കാണുക. പിന്നെ അവിടെ ചെറുതായിട്ട് തിരയടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തിരയടിക്കുന്നത് കാണാനേ പറ്റത്തുള്ളൂ. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ അവിടെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അവരങ്ങനെ ഇറങ്ങി കണ്ടില്ല, നമ്മളും ഇറങ്ങിയില്ല. അപ്പോൾ ഇത് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ആർക്കെങ്കിലൊക്കെ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക്കിക്കൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന് നോക്കൂ കേട്ടോ. നല്ല രസമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഈ സിറ്റി ലൈഫിൽ നിന്നും ബിസി ലൈഫിൽ നിന്നൊക്കെ നമുക്കൊരു എൻജോയ്മെൻറ്റ് നല്ല സ്ഥലം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രീ മാരേജ് ഫോട്ടോഷൂട്ടും പോസ്റ്റ് മാരേജ് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ നല്ല ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരുടെയൊക്കെ കുറേ നമ്മൾ എടുത്തു. അന്നക്കുട്ടിക്കാണെങ്കിൽ താഴെ ഇരിക്കണം. അപ്പോൾ തോട്ടപ്പുഴ ഉണ്ടോ ചെറിയ പേടിയുണ്ടെങ്കിലും ടർക്കിയൊക്കെ ഇവർ ഞാൻ ഇരുത്തി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുക്കുമ്പോൾ കരച്ചിലായിരുന്നു. അപ്പോൾ അവിടെ നല്ല രസമാണ് അവിടെ ഇരിക്കാനൊക്കെ. അപ്പോൾ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ഒക്കെ വീണൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് ആയിരക്കുട്ടിക്കാണെങ്കിൽ കുറേ നേരം നടന്നിട്ട് ബോറടിച്ചു. എന്നാൽ ഞാൻ ഗെയിം കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുക്കുന്നു. അപ്പോൾ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, ഇല്ല ഇതൊക്കെ കാണുക, എപ്പോഴും ഫോൺ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിയാൽ. മേഘവും ആ തടാകവും ആ പച്ചപ്പും മലയും എല്ലാം കൂടെ നല്ല രസമില്ലേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോൺ ഗാലറിയിൽ തന്നെ ഇത് ഞാൻ കുറേ പ്രാവശ്യം എടുത്തെടുത്ത് നോക്കി. നല്ല രസമല്ലേ, നല്ല എന്താ പറയുക, നല്ല രസമാണ്. നല്ലൊരു പോസിറ്റിവിറ്റി നിറയുന്നു നമ്മുടെ മനസ്സിനൊക്കെ. അതേ നമ്മളങ്ങനെ പോയി കുറേ നേരം അതിലൊക്കെ നടന്നു. കുറച്ചൊക്കെ നേരം പാട്ടൊക്കെ ഇട്ട് പിള്ളേർ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെയൊക്കെ നമ്മളവിടെ ഒരു ദിവസം ഇല്ല, ഒരു ഹാഫ് ഡേ നമ്മളങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ ഇങ്ങനെ പാറക്കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതത്ര ഡേഞ്ചർ അല്ല, ഇങ്ങനെ നിലത്ത് തന്നെ ഉള്ള സൈസ് പാറക്കല്ല്. അപ്പോൾ അയറക്കുട്ടിയെ ഇരിക്കുന്ന കണ്ടപ്പോൾ അന്നക്കുട്ടിക്ക് ഇരിക്കണം. അന്നേരത്തിന് മറിയക്കുട്ടി ഓടി വന്ന് അന്നക്കുട്ടിയുടെ കൂടെ ഇരിക്കുന്നു. പിന്നെ അവർ തമ്മിൽ അവിടെ ഇരിക്കുന്നു, കളിക്കുന്നു. ഭയങ്കര പരിപാടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ ഈ പാർക്ക് ജുമാഞ്ചിയൊക്കെ കണ്ട് മടുത്തല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ നേച്ചറൊക്കെ അവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസം. അന്നേരമാണ് നമ്മളത് കണ്ടത്. നമ്മളിവിടെ തോട്ടപ്പുഴു എന്നൊക്കെ പറയുന്ന ഈ സാധനം സേറക്കുട്ടീനെ കടിച്ചു കിട്ടോ. അപ്പോൾ ഇച്ചാലും അത് ചവിട്ടുന്നു. അപ്പോൾ അത് കണ്ടോ പാറമേലൊക്കെ ബ്ലഡായി. അങ്ങനെ നമ്മൾ അവിടെ പോകുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ നേരം വൈകുന്നേരം തന്നെ ഫുഡ് കഴിക്കാണ്ട് പോയിട്ട് എല്ലാവർക്കും വിശന്നിട്ടോ. തിരിച്ച് കുറച്ച് നടക്കുകയും കൂടെ ചെയ്തപ്പോൾ എല്ലാവർക്കും വിശന്നു. അപ്പോൾ ഇത് അയർക്കുട്ടിയുടെ മോതിരം വെള്ളത്തിൽ പോയി. ഇനി ഇതെന്ത് ചെയ്യുന്നുള്ള ആലോചനയിലാണ് അവർ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. വേഗം ഫുഡ് കഴിക്കണം. കാരണം അന്നക്കുട്ടി എന്നെ കഴിക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അന്നക്കുട്ടീനെ അവിടെ ഒരു ക്രാഡിലുണ്ടായിരുന്നു. അതുമേൽ എല്ലാവരും കൂടെ ഇരുത്തി എന്താ പറയുക നമ്മൾ ഊഞ്ഞാലൊക്കെ ആട്ടുമായിരുന്നു കേട്ടോ. അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് അന്നക്കുട്ടീനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചു. ആ വെള്ളം മൊത്തം മേത്തേക്ക് ഒഴിക്കുകയൊക്കെ ചെയ്തു. ഫുൾ അലമ്പാണ്. ചില സമയത്തൊക്കെ ഭയങ്കര അലമ്പാണ്. കുഞ്ഞു മക്കൾ ഇങ്ങനെയൊക്കെ തന്നെ ആലോ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.